തൃശൂർ പൂങ്കുന്നം ദേശവിളക്കിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഒരു മാസം നീണ്ടുനിന്ന പരിപാടികൾക്ക് ഇന്ന് പോകുന്ന ശിവക്ഷേത്രത്തിൽ സമാപനമാകും. തൃശൂരിൽ നിന്ന് ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഇന്ന് പൂങ്കുന്നം ദേശവിളക്കിന്റെ സമാപന ദിവസമാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അതായത് ഈ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവങ്ങളുടെ നഗരമാണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ദിവസവും 365 ദിവസവും ഉത്സവങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ്. ഞാനിപ്പോൾ ഉള്ളത് പൂങ്കുന്നത്താണ്. തൃശ്ശൂർ പൂങ്കുന്നത്താണ്. ദേശവിളക്കിന്റെ സമാപനമാണ്. പൂങ്കുന്നം ശിവക്ഷേത്രത്തിലെ ദേശവിളക്കിനോടനുബന്ധിച്ച് ഒരു മാസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് ഇന്നത്തോടുകൂടി സമാപനമാവുന്നത്. അല്പസമയം മുമ്പ് തൃശ്ശൂരിലെ ശങ്കരംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ചടങ്ങുകളാണ് ഇപ്പോൾ പൂങ്കുന്നം ശിവക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേജർ സെറ്റ്, പഞ്ചവാദ്യം, തേര്, താലം, ശാസ്താംപാട്ട്, അത്തരത്തിൽ വിവിധ ക്ഷേത്രകലകളോട് കൂടി തന്നെയായിരുന്നു. ഒരു ഭക്തിനിർഭരമായിട്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് തന്നെയായിരുന്നു ഒരു 6 മണിയോട് കൂടി തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാസം നീണ്ടുനിന്ന പരിപാടികളായിരുന്നു ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. വൈകുന്നേരം അത്തരത്തിൽ നൃത്യങ്ങളും ഈ സമീപവാസികളുടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലാപരിപാടികളും ഭക്തിഗാനമേളകളും തുടങ്ങി ആ തലത്തിൽ വലിയ വിപുലമായിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ഈ 55ാമത് ഈ ദേശവിളക്ക് പൂങ്കുന്നം ദേശവിളക്ക് മഹോത്സവത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 10:30 മുതൽ തന്നെ പ്രസാദമൂട്ടുണ്ടായിരുന്നു. നിരവധി ആളുകൾ, ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആ പ്രസാദമൂട്ടിൽ പങ്കെടുത്തത്. ഇപ്പോഴും ഈ പൂങ്കുന്നം, തൃശ്ശൂർ പൂങ്കുന്നം ആ തരത്തിലെ നൂറുകണക്കിന് ആളുകളെ കൊണ്ട് ഈ നിരത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ തലത്തിലേക്ക് എല്ലാ ആഘോഷങ്ങളെയും വലിയ ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു ഉദാഹരണമായി തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിലും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും എല്ലാം വലിയ വലിയ പരിപാടികൾ നടക്കുന്നു. കാവടികളും പ്രച്ഛന്ന വേഷങ്ങളും താലങ്ങളും അടങ്ങുന്ന നിരവധി കൂട്ടായ്മകളുടെ പരിപാടികൾ തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. സാംസ്കാരിക സമ്മേളനം ഇന്നലെ ആയിരുന്നു. സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം. എന്തായാലും ഇന്ന് ക്ഷേത്രത്തിലേക്ക് ഈ ആഘോഷങ്ങളെല്ലാം, അതായത് ഈ ചടങ്ങുകളെല്ലാം കടക്കുന്നതോടു കൂടി തന്നെ അവിടെ ഇന്നത്തെ പൂങ്കുന്നം ദേശവിളക്കിന് ഒരു മാസം നീണ്ടുനിന്ന വലിയ ഈ നാടിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ആചാരങ്ങളൊന്നായ പൂങ്കുന്നത്തെ ദേശവിളക്കിന് എന്തായാലും സമാപനവും രാത്രിയോ പകലെന്നല്ലാതെ തന്നെ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണ്. നിരവധി ആളുകളാണ് ഓരോ സമയം കഴിയുന്നതോറും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവിക, പൂങ്കുന്നം ദേശവിളക്കിന്റെ സമാപന ദിവസത്തെ മനോഹര കാഴ്ചകൾ പങ്കുവയ്ക്കുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ആനന്ദ് പുതൂർ.